ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും കൂടിയാണ് ഈ ഒരു വീഡിയോ അയക്കുന്നത്. നമ്മുടെ നാടിന് ഏറ്റവും ഒന്ന് കാർന്നു തിന്നുന്ന ഒരു മഹാമാരി ഉണ്ടായിരുന്ന കൊറോണ കാലം. ആ കൊറോണ കാലത്ത് ലോകം നമ്മളെ നാട് മുഴുവനും അടച്ചിട്ടിട്ട് നമ്മൾ അതിനായിട്ട് ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് ആ വലിയൊരു വിപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. സർ, എന്തുകൊണ്ടാണ് സർ ഇത്രയധികം കുഞ്ഞുങ്ങളെ വരെ മിഠായി കൊടുത്ത് നമ്മളെ മക്കളെയൊക്കെ സ്കൂളിൽ വിടാൻ ഞങ്ങൾക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട് സർ. ഞങ്ങൾ ഈ സാധാരണക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് മനസ്സിലാക്കണം. കുഞ്ഞു കുട്ടികളെ അല്ല മദ്രസയിലെ സ്കൂളിൽ ഒന്നും വിടാൻ കഴിയുക. നമ്മളെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, അവരത് വാങ്ങി തിന്നും. എന്തിനു പറഞ്ഞു കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, നമ്മളെ ഭർത്താക്കന്മാർ വരെ പുറത്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കുരുത്തം കെട്ടവന് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഉറങ്ങുന്നത് എന്ത് വിശ്വസിച്ചാണ്? എപ്പോഴാണ് നമ്മൾ കഴുത്ത് വെട്ടല്, എപ്പോഴാണ് നമ്മൾ കുത്തിക്കൊല്ലല്, എപ്പോഴാണ് നമ്മൾ ഗ്യാസ് കുറ്റി അടിച്ച് കൊല്ലല്, ഇതൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് കൊറോണ അതൊരു വൈറസ് ആയിരുന്നെങ്കിൽ ഇതൊരു വൈറസ് അല്ല. അതിന് എന്താ പറയാ, വൈറസിന് ജീവൻ ഉണ്ടെങ്കിലും അതിന് ബോധമോ ഒക്കെ ഒന്നുമില്ല. അതൊരു എന്താ പറയാ, ഒരു പുഴു, അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ അറിയാണ്ട് പോലും പകർന്നു പോയിട്ടുള്ള സംഭവമാണ്. അതിന് നമ്മൾ ഇത്രയേറെ ജാഗ്രത കൊടുത്തുകൊണ്ട് നമ്മൾ രോഗം രക്ഷപ്പെട്ടു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഒരുപാട് ബുദ്ധി, ശക്തി, എല്ലാ കഴിവുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ വരെ ഓരോ നശിച്ചവന്റെ ഓരോ പണത്തിനോടുള്ള ആർത്തി മൂർത്തി ചെയ്യുന്ന ഈ ഒരു സംഭവങ്ങൾ അങ്ങ് കാണാണ്ട് പോകരുത്. ഇതിൽ ഓരോ കണ്ണികളല്ല പൊട്ടിച്ചിടേണ്ടത്, ഇതിന്റെ തലസ്ഥാനം കത്തിച്ചു കളയുക വേണ്ടത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ, ഇനി വരുന്ന തലമുറകൾ വരെ നശിച്ചു പോവുകയാണ്. അതിന് ഊർജം നൽകുന്ന ഒരുപാട് തരത്തിലുള്ള 2-3 പടങ്ങൾ ഇപ്പൊ സിനിമ ഇറങ്ങുന്നത്, ഇപ്പോ നമ്മൾ സെൻസർ ബോർഡും എല്ലാം നോക്കിയിട്ടാണ് പടങ്ങൾക്കൊക്കെ ഓരോ ഇത് കൊടുക്കുന്നത് പറഞ്ഞ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് നടന്മാര്, ജോർജ് ഒക്കെ വെച്ചാൽ അത്രയേറെ ഇഷ്ടപ്പെട്ടുള്ള നടന്മാരാ. പക്ഷെ എന്തായിക്കോട്ടെ, അവരുടെയൊക്കെ ഇപ്പോ ഈ പണി എന്ന് പറഞ്ഞ പടം, പിന്നെ മാർക്കോ, ഈ പടങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് വെച്ചാൽ കൊല. അതൊരു കണ്ണിച്ചോരല്ലാതെ ഒരു കയ്യും കണക്കില്ലാണ്ട് ഒരു മനുഷ്യനാണ് വെട്ടിക്കൊല്ലണ്, ഒരു എൻജോയ്മെന്റ് ആയി ചെയ്യുന്നു. ആ ഒരു പടം നമ്മൾ അത് ഇപ്പൊ ഞാൻ വരെ കണ്ടിട്ടുണ്ട്. ആ പടം കാണുമ്പോഴും നമ്മളെ ഉള്ളില് അവരെ കൊല്ലണം എന്നുള്ള ആ ഒരു സംഭവം. പിന്നെ പല പടങ്ങളും എന്താ പറയാ, നടന്മാരൊക്കെ അങ്ങ് ക്ഷീണിച്ചു പോയി നിന്ന ടൈമിന് ഇതുപോലുള്ള മാരകമായ വസ്തുക്കൾ വായിലുള്ളിൽ തിരികെയൊക്കെ പെട്ടെന്ന് ഊർജം കിട്ടിയിട്ട് അവരെ അടിച്ചു കൊല്ലുന്ന, ഇതൊക്കെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവരതിന്റെ ഇമോഷൻ സീൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അവര് കാണുന്നത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വലിയ ശക്തിയാവും, നമ്മൾ വലിയ പവറാവും, അപ്പൊ ഞമ്മക്കും കഴിയും. അവരിത് തീർക്കുന്നത് സ്വന്തം വീട്ടിലാണ്, സ്വന്തം ഉമ്മന്റെ, അമ്മയുടെ, മക്കളുടെ ഒക്കെ അടുത്താണ്. സർ, ദയവ് ചെയ്ത് ഒരമ്മ എന്ന നിലയിൽ അപേക്ഷിക്കുകയാണ്, ഇതിന് തക്കതായ ഒരു നടപടി എടുക്കണം. നമ്മളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ വരെ നമുക്ക് സമാധാനമില്ല, ധൈര്യമില്ല, മക്കളോട് വരെ നോന്ന് അരുതേന്ന് പറയാനുള്ള ശക്തി ഇല്ല. ഇനിയിപ്പോ സ്കൂളിലായിക്കോട്ടെ, കുഞ്ഞുങ്ങള് ഈ അവസ്ഥയാണ്. സ്കൂളിലുള്ള അധ്യാപകന്മാര് ചിലതില്, കുറെ മുന്നേ ഒരു ന്യൂസ് കേട്ട് ചില അധ്യാപകന്മാര് കുട്ടികളെ അടിച്ചു കൊല്ലുന്ന, അവര് അങ്ങനെ ക്രൂരത കാണിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വടി കൊടുക്കരുതെന്ന് പറയാനും വയ്യ, കൊടുക്കാനും പറയാനും വയ്യ. കൊടുത്തോളൂ, അടിച്ചോളൂ, മക്കളെ അടിച്ചോളൂ, വളർത്തിക്കോളൂ. അവര് ചെയ്യുന്ന തെറ്റിന് നിങ്ങൾ എന്ത് ശിക്ഷ, ഞങ്ങളെ മാതാപിതാക്കളുടെ അതേ ആ ഒരു മനസ്സിരുത്തി അവരെ അടിക്കുക, എന്ത് ചെയ്തോളൂ, ഞങ്ങൾക്ക് നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ മനസ്സിന് എന്താ പറയാ, നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ബലിയാടാക്കരുത്. കാരണം നമ്മളൊക്കെ ആറ്റുനോറ്റ് വളർത്തുന്നത്, നമ്മളിപ്പോ അനുഭവിക്കുന്ന കുറെ അവസ്ഥകളുണ്ട്. ഓരോ അമ്മമാരും, ഓരോ പേരൻസും കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മക്കളെ വളർത്തുന്നത്. അവരെ ഓരോ വലിയ വലിയ സ്ഥാനത്ത് എത്തിയിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, നമുക്കൊന്ന് കണ്ണീര് തുടക്കാൻ അവരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പൊ ആ പ്രതീക്ഷകളൊന്നുമില്ല. ഇപ്പൊ മക്കളൊന്ന് വളർന്നു വന്ന് ഒന്നും ആയില്ലെങ്കിലും വേണ്ടിയില്ല, അവരൊന്നും ഒരു നല്ല മനുഷ്യനായാൽ മതി, അത്രേ ഉള്ളൂ.
അത്രേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അങ്ങനെ ലിമിറ്റ് ആയി തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ടോ ഇത്രയേറെ പ്രശ്നം. കുഞ്ഞുങ്ങളെ കൊല്ലണ്, അമ്മനെ തലക്കടിച്ച് കൊല്ലണ്, കുത്തി കൊല്ലണ്, സ്വന്തം അനിയനെ മന്തി കൊടുത്തിട്ട് വീണ്ടും കൊല്ലണ്. ഇതൊക്കെ കണ്ടിട്ടും കേരളം എന്ത് കണ്ണടക്കുന്നത് എന്താ? പല അമ്മമാർക്കും ഉള്ളില് ഭയം, പേടിയായി തുടങ്ങി സ്വന്തം മക്കളെ വരെ. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. പ്ലീസ് ഇതിന് ഇങ്ങനെ ഇപ്പോ ഈ ഒരു ഷാബാസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ എന്തോ ആയിക്കോട്ടെ, മുന്നേ ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള സംഘർഷങ്ങളും കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് തമ്മിലുള്ള വഴക്കും തല്ലും ഇത് അപൂർവമൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ ഒരു കൊലപാതകത്തിൽ അവസാനിക്കുക അത് കൊലയാളി തന്നെയാണ്. അതൊരിക്കലും അവരൊരിക്കലും എക്സാം എഴുതാൻ അനുവദിക്കുക, അവരൊക്കെ എന്ത് എന്ത് വാഗ്ദാനം കണ്ടിട്ടാണ്, എന്ത് തലമുറ അവരെന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെയൊക്കെ ഈ എക്സാം എഴുതാനും ഇതിനൊക്കെ സർക്കാർ കൂട്ടുനിന്ന് കൊടുക്കുന്നത്? അവരുടെ കയ്യിൽ നിന്നൊക്കെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ സമൂഹത്തിനും വീടിനും നാടിനും അഭിമാനമാവും അല്ലെങ്കിൽ പ്രതീക്ഷകൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മക്കളെയാണ് അവരെയും 6 അടി മണ്ണിന്റെ അടിയിൽ കൊണ്ട് വിട്ടുവിടുന്നത്. ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്ന കൊലയാളികൾക്ക് എന്താ നിങ്ങൾ ഈ കാണുന്നത്? അവർക്ക് എന്തിനാ നിങ്ങൾ എക്സാം എഴുതാനുള്ള അനുവാദം കൊടുക്കുന്നത്? അവരെ എന്ത് ഭാവി തലമുറയാ? എന്താ നിങ്ങൾ കാണുന്നത്? എനിക്കറിയുന്നില്ല. പ്ലീസ് ഒരു അപേക്ഷയാണ്, ഇത് മുച്ചൂട് മുടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതുപോലുള്ള ലഹരി വസ്തുക്കളും മറ്റ് സംഭവങ്ങളും കണ്ണികൾ മാത്രമല്ല, അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാക്കുന്ന അത് എത്ര വലിയവനാണെങ്കിലും ഒരു മുഖം നോക്കാണ്ട് നടപടി എടുക്കാനുള്ള ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഇരട്ടച്ചാങ്കി എന്ന് പറയുന്ന ആദ്യത്തെ മിനിസ്റ്റർ ഒരുപാട് വായടക്കുന്നുണ്ട്. അങ്ങനെയല്ല, എന്ത് കണ്ടാലും പൊട്ടിത്തെറിച്ച് എന്തിനും അനീതിക്കെതിരെ പോരാടുന്ന ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ. അവരെ അങ്ങ് തിരിച്ചു വേണം. പ്ലീസ് അപേക്ഷയാണ്.